പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ സംശയമുണ്ട് നയനയ്ക്ക്. അതുകൊണ്ട് നയന ഇത് ആദർശിനോട് പറയുന്നുണ്ട്. അതുപോലെ കിരണും ഉണ്ട് കേട്ടോ അവരുടെ കൂടെ. അന്നേരം കിരൺ പറയുന്നുണ്ട്, ശരിക്കും അനിയെ മൊത്തത്തിൽ അങ്ങ് മുക്കിയില്ല അനാമികയുടെ വീട്ടുകാരും എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ആദർശ് പറയുന്നുണ്ട്, ആ പ്രോപ്പർട്ടി അന്യരുടേതാണെങ്കിൽ ശരിക്കും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് കുഴപ്പക്കാരാണ് അനാമികയുടെ അച്ഛനും അമ്മയും എന്ന് പറയുമ്പം ആകെ ടെൻഷനും വിഷമവും ഒക്കെ ആവുന്നുണ്ട് കേട്ടോ നയനയ്ക്കും. പിന്നീട് അനിയാണ് കാണിക്കുന്നത്. അനിയെ ദേവയാനി ഉപദേശിക്കുന്നുണ്ട്, ഇനി ഇതുപോലുള്ള ചീത്ത സ്വഭാവമൊന്നും കാണിക്കരുത്, മദ്യപിക്കരുത് എന്നൊക്കെ പറയുമ്പം അനി പറയുവാണ്, അങ്ങനെയുള്ള ചീത്ത സ്വഭാവങ്ങൾ ഇനി ഞാൻ ആവർത്തിക്കരുത് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ പോകണം വല്യമ്മേ, എങ്കിലേ പറ്റുള്ളൂ എന്ന് പറയും. അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട്, അവൾ പോയിട്ട് പിന്നെ ആരാ നിൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടത്, നന്ദു ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് അനിയെ. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അവൾ ഒരിക്കലും നിന്നെ പോലെ മനക്കെട്ടിയില്ലാത്ത ഒരുത്തിനെ കെട്ടാനൊന്നും വരികയില്ല എന്ന് ദേവയാനി ഇത്തിരി ദേഷ്യത്തോടെയാണ് പറയുന്നത്. പിന്നീട് അനി നന്ദുവിനെ കാണാൻ ചെല്ലുവാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, നീ ഇങ്ങനെ എന്നെ കാണാൻ വരികയും ശല്യം ചെയ്യുകയൊക്കെ ചെയ്താൽ എൻ്റെ ജോലിയെ ബാധിക്കുമെന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, ഈ ജോലി പോയാലും നിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, നിനക്കൊരു ജോലിയൊക്കെ ഞാൻ തന്നോളാം എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട്, എനിക്കങ്ങനെ വേറെ ആരുടെയും ചിലവിൽ കഴിയണ്ട, എനിക്ക് എൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നും പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.